നാടൻ സൗന്ദര്യത്തിലൂടെ നീലത്താമരയിലെ കുഞ്ഞിമാളുവായിട്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു നടിയാണ് അർച്ചന കവി. അതിനുശേഷം അർച്ചന അഭിനയിച്ച ഒരു സിനിമകളിലും അത്രയും സൗന്ദര്യത്തിലും ഭംഗിയിലും നടിയെ കണ്ടിട്ടില്ല. പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇന്റർവ്യൂകളിലും എല്ലാം മേക്കപ്പിന്റെ ഒരു അതിപ്രസരവും ഇല്ലാതെ വരുന്ന അർച്ചനയാണ് എല്ലാവരും കണ്ടതും ഇഷ്ടപ്പെട്ടതും. എന്നാൽ ഇപ്പോഴിതാ രണ്ടാം വിവാഹത്തിന് പള്ളി അങ്കണത്തിലേക്ക് ഒരുങ്ങിയെത്തിയ അർച്ചനയാണ് സോഷ്യൽ ഇടത്തിൽ ഇപ്പോൾ വൈറലാകുന്നത്. കണ്ടാൽ അർച്ചനയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ വരന്റെ കൈ പിടിച്ചെത്തിയ അർച്ചനയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാരും ഞെട്ടി എന്നതാണ് സത്യം. റിക് വർഗീസ് എന്ന പയ്യനെയാണ് അർച്ചന രണ്ടാം വിവാഹം കഴിച്ചിരിക്കുന്നത്. ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ക്രിസ്ത്യൻ മതാചാര ചടങ്ങുകളോടെ പള്ളിയിൽ വെച്ചായിരുന്നു മിന്നുകെട്ട്. എല്ലാവർക്കും ഇങ്ങനൊരാളെ ലഭിക്കാൻ ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായിട്ട് തന്റെ വിവാഹ വാർത്ത അറിയിച്ചത്. മാത്രവുമല്ല, സെലിബ്രിറ്റി ആംഗർ ധന്യ വർമ്മയും അർച്ചനയ്ക്ക് ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും വിവാഹ ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അർദ്ധരാത്രിയോടെയാണ് ധന്യ അർച്ചനയുമായിട്ടുള്ള ഒരു പുതിയ അഭിമുഖത്തിന്റെ ഒരു ഗ്ലിംസ് പോസ്റ്റ് ചെയ്തത്. അതിൽ അർച്ചന തന്റെ പ്രതിഷ്ഠിത വരൻ റിക് വർഗീസ് ആണെന്നും അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പിന്നാലെ അത് ധന്യ പിൻവലിച്ചു. അർച്ചന വിവാഹം ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ശേഷം മാത്രം പ്രസിദ്ധീകരിക്കാമെന്ന് കരുതിയാകും ധന്യ പോസ്റ്റ് പിൻവലിച്ചത്. റെഡിറ്റിലും ധന്യയുടെ പോസ്റ്റ് ചർച്ചയായി. അർച്ചി വിവാഹിതയായി എന്നായിരുന്നു തംബ്നെയിലിലും എഴുതിയിരുന്നത്. നീലത്താമരയിലെ കുഞ്ഞിമാളുവായിട്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു നടിയാണല്ലോ അർച്ചന കവി. 35-കാരിയായ താരം 16 വർഷമായിട്ട് സിനിമയിലുണ്ടെങ്കിലും ചെയ്തത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ്. ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നതിനുപരി നല്ല സിനിമകളുടെ ഭാഗമാകുക, കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത്. അർച്ചനയുടെ ആദ്യ വിവാഹം 2016 അബീഷ് മാത്യുവുമായിട്ടായിരുന്നു. അന്ന് 24 വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം. 5 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം 2021 ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനം അർച്ചനയുടെ മാനസിക ആരോഗ്യത്തെ തന്നെ ബാധിച്ചിരുന്നു. സിനിമയിൽ നിന്ന് വിട്ടുനിന്ന 10 വർഷത്തിനിടെ വിവാഹമോചനം, ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രീമെസ്റ്റ്യൂറൽ ഡയസ്ഫോറിക് ഡിസോർഡർ അതായത് PMDD എന്ന രോഗാവസ്ഥയിലൂടെയും അർച്ചന കടന്നുപോയി. 3 വർഷത്തോളം അതിനുള്ള ചികിത്സയിലുമായിരുന്നു.